അപ്പോൾ പാലായിലെ കാഴ്ച നമ്മൾ കണ്ടു. ആറന്മുളയിൽ വീണ്ടും മഴ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം വരുന്നു. കുന്നത്തുകര കടവന്ത്ര ഭാഗത്ത് ഇന്നലത്തേതിനേക്കാൾ വെള്ളം ഇന്നിപ്പോൾ കൂടിയിട്ടുണ്ട്. റാഹി റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആറന്മുള പത്തനംതിട്ടയിൽ നിന്നുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ ഈ കാലുകളുമൊക്കെ ആയിട്ട് അവിടെയുള്ള മനുഷ്യർ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ മുട്ടോളം വെള്ളത്തിൽ നിൽക്കുകയാണ് നമ്മുടെ റാഹി റഷീദ്. റാഹി റഷീദ് സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുക. റാഹി റഷീദ് ഇറങ്ങി നിൽക്കുന്നത് തോട്ടിലൊന്നും അല്ലല്ലോ. എനിക്കൊന്നും ആൾക്കാരൊക്കെ പൊക്കൊണ്ടിരുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. മുട്ടോളം വെള്ളം അവിടെയുണ്ട്. ഇന്നലത്തേക്കാൾ വെള്ളം കൂടിയോ? ഇപ്പോൾ മഴ വീണ്ടും തുടരുകയാണോ? എന്താണ് അവസ്ഥ? ആൾക്കാരൊക്കെ അവിടെ നിന്ന് മാറുകയാണല്ലോ. അരുൺകുമാർ, ഈ പ്രദേശത്ത് കുറച്ച് സമയം മുമ്പ് മഴയുണ്ടായിരുന്നു. ആറന്മുള ക്ഷേത്ര സ്ഥലത്തും മഴയുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇതൊരു സുദർശൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് പോകുന്ന റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പുറത്ത് നിന്ന് വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വെള്ളം കൂടുന്നത് സാധാരണ ആണ്. ഇപ്പോൾ കുറച്ച് സമയമായി വെള്ളം ഇറങ്ങുന്നുമുണ്ട്. ഇവിടെ ഇതിനപ്പുറത്ത് കുറേയധികം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് ആളുകൾ ഒഴിയുന്നത് നമ്മൾ ഏതാണ്ട് അരമണിക്കൂറായി ഇവിടെ നിൽക്കുകയാണ്. ആളുകൾ ഒഴിയുന്ന കാണും. ഇവിടെ ഒരു സ്കൂട്ടർ ഒരു ചേട്ടൻ സാധാരണഗതിയിൽ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് പോകുന്നത് പോലെ ഒരാൾ വെച്ചിട്ട് പോയതാണ്. അത് ഏതാണ്ട് മുങ്ങുന്ന അവസ്ഥയിലുണ്ട്. ഇതിനക്കരക്കരയിലുള്ള ആളുകൾ മുഴുവൻ അവിടെ നിന്ന് അവിടെ നിന്ന് പശുക്കളെയൊക്കെ മാറ്റുന്നത് നമ്മൾ കണ്ടു. നിങ്ങളായിരുന്നു തോന്നുന്നു നേരത്തെ പശുവും കൊണ്ടുപോയി? അതെ ഞാനായിരുന്നു. അക്കരെ കയറ്റി എപ്പോഴാണ് നമ്മൾ വെള്ളം കയറി വരുന്ന പറയാൻ പറ്റില്ലല്ലോ. വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ കണ്ട് ആകുകയുള്ളൂ രക്ഷ. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രായത്തിൽ ഇപ്പോൾ ബബിൾ തീറ്റി ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കളക്ടർ വന്നിട്ട് ഇവിടെ വന്നിട്ട് 20 അടി വെള്ളം പൊങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം 2018. അത് കഴിഞ്ഞേ പിന്നെ ഇപ്പം ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കയറി വന്നത്. ഫാമിലി എല്ലാം വീടുണ്ട്. എല്ലാം നീക്കി പറയാതെ മേളിൽ കയറ്റി വെച്ചു. അല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എന്തായാലും നമുക്ക് പോയി കഴിഞ്ഞാൽ നാശാട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വല്ലേ പോകുന്നുള്ളൂ. കന്നുകാലിക്കിനെ അങ്ങനെ കൊണ്ടുവരുമല്ലേ? നിങ്ങൾക്കൊക്കെ നീന്തി മാറാവുന്നതാണോ? ഇപ്പം കൊണ്ടുപോയില്ലേ രണ്ടെണ്ണം. വെള്ളം കയറുന്ന അനുസരിച്ച് ഇവിടുന്ന് മാറുമോ? മാറും. ഇവിടെ ഈ കടത്ത് വലിയ വെള്ളമുണ്ട്, കെട്ടുവെള്ളമേ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വലിയ കെട്ടുവെള്ളം കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളെല്ലാം അക്കരെ കയറ്റി. കഴിഞ്ഞ 2018 ഞങ്ങൾ അന്ന് റോഡിൽ അക്കരെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതാ അരുൺകുമാർ, അവിടുന്ന് ആളുകൾ അവിടെ നിന്ന് മാറുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി സൂം ചെയ്ത് പോയാൽ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകളെ ഇതിന് അപ്പുറത്തെ ഭാഗത്ത് നിന്നത് ഇവർ നടന്നു വരുന്ന ഭാഗം റോഡാണ്. അപ്പുറത്ത് ആ റോഡിൻ്റെ കമ്പിവേലി കഴിഞ്ഞുള്ള ഭാഗം വയലാണ്. ആ വയൽ മുഴുവൻ വെള്ളം കയറി നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടെ നിരവധി വീടുകളുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ സാധാരണഗതിയിൽ വലിയ പാടുള്ള സ്ഥലമാണ്. ഇപ്പോൾ അവിടെ കുറച്ച് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ കുറച്ചധികം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ നിന്ന് അവർ വെള്ളം കൂടുന്ന സമയത്ത് ഇവിടുന്ന് പഞ്ചായത്തും മറ്റും പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് രക്ഷപ്പെട്ട് വരികയാണ്. കാരണം വെള്ളം കൂടാനുള്ള സാധ്യത ഇനിയുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നമ്മുടെ ഇടതുവശത്ത് കാണുന്ന ഒരു വീടുണ്ട്. ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് വെള്ളത്തിന് അടിയിലാണ്, പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടുത്തെ ഇന്നലത്തേക്കാൾ വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് ക്യാമറ കുറച്ചുകൂടി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറ് മുഴുവനായി വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച കാണാം. സത്യത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് എന്ന് മാത്രമേ തോന്നുള്ളൂ. പക്ഷേ ഒരു ഗ്രൗണ്ട് ഫ്ലോറുണ്ട്. ആ ഗ്രൗണ്ട് ഫ്ലോറ് പൂർണ്ണമായും വെള്ളത്തിന് അടിയിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇന്നലെ തൊട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ വീട്ടിലെ ആളുകൾ മുകളിലേക്ക് താമസം മാറി. ഇന്നലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ മുങ്ങി. മുങ്ങി. സാധനങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ മാറ്റി. എല്ലാവരും മേളിലേക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നോ കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ? വെള്ളം സാധാരണഗതിയിൽ ഈ വെള്ളം ഇനി മഴയൊന്നും പെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങുമോ അതോ ഉച്ചയോടുകൂടി ഇറങ്ങുമോ? ഓക്കെ, ഇത് മിക്കവാറും ഉച്ചയൊക്കെ ഇറങ്ങുമോ ഞങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. ഇനിയും അരുൺകുമാർ അവിടുന്ന് ചെറിയ ഒരു കുഞ്ഞു കൊച്ചിനെയൊക്കെ തലയിൽ വെച്ച് കൊണ്ടുവരുന്ന, നമുക്ക് വേണമെങ്കിൽ ഈ ദുരിതബാധിത പ്രദേശത്ത് ഉള്ള ആളുകളുടെ അവസ്ഥയാണ് ഇത്. നമുക്ക് അവരവിടുന്ന് കടന്നു വരുന്ന വേണമെങ്കിൽ കൊച്ചു മുകളിൽ വെച്ച് നല്ല കാണാനൊക്കെ ചിലപ്പോൾ പുറത്തുള്ള ഇതൊന്നും അറിയാത്ത ആളുകൾക്ക് നല്ല രസമുണ്ടായിരിക്കും. പക്ഷേ വല്ലാത്തൊരു അവസ്ഥയാണ്. ശരിയാണ്. മഴ ഇങ്ങനെ
തെല്ലി ശമിച്ചെന്ന് തോന്നും, പിന്നീട് വീണ്ടും ചെറിയ മഴ പെയ്യും, വീണ്ടും മഴ ഇങ്ങനെ ഉയർന്നു നിൽക്കും. അതാണ് അവസ്ഥ. വെള്ളം താഴുന്നില്ല എന്നുള്ളതാണ്. ഉച്ചയോടുകൂടി ഈ വെള്ളമൊക്കെ ഇറങ്ങിപ്പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പലയിടങ്ങളിൽ നിന്നും. എങ്കിലും ആശങ്കയ്ക്ക് വകയില്ല. ഇന്നലെ രാത്രിയിൽ അതിതീവ്ര മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നത്. എന്നാൽ അതിതീവ്ര മഴ ഇന്നലെ രാത്രി കാര്യമായിട്ട് പെയ്ത് വലിയ ബുദ്ധിമുട്ടോ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ആശങ്ക വേണ്ടതില്ല. ഒരു പക്ഷേ ഇന്ന് ഉച്ച കഴിയുന്നതോടുകൂടി വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് ഈ വെള്ളമൊക്കെ ഇറങ്ങി പോകാം ഉള്ള സാധ്യതയുണ്ട്. എന്നാൽ വരുന്ന ദിവസങ്ങളിലും മഴയ്ക്ക് നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് ഇന്ന് മഴ മുന്നറിയിപ്പുകൾ ഇല്ലാത്തത്. ബാക്കി 12 ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നാളെ ഒരിടത്തും ഇതുവരെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്നുകൂടി ഒന്ന് കടന്നു കിട്ടിയാൽ ഒരുപക്ഷെ നമ്മൾ കരയ്ക്ക് കയറും എന്നർത്ഥം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഡാം തുറന്നു വിട്ടിട്ടാണോ, മണിയാശാനെ കുറ്റം പറഞ്ഞത് ശരിയാണോ, ഇന്നലെ ഏകോപിപ്പിക്കേണ്ടയാൾ ഭക്ഷണം കഴിക്കാൻ പോയോ, ഹെലികോപ്റ്ററിൽ ചില ആളുകൾ വന്നിട്ടുണ്ടോ തുടങ്ങിയുള്ള ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ രാഷ്ട്രീയ കമൻറ്റുകളാണ്. അതിനൊന്നും ഇപ്പോൾ നമ്മൾ അഭിപ്രായം പറയാനോ അതൊന്നും ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട സമയവുമല്ല. നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഫീൽഡിലാണ്. ഫീൽഡിലുള്ള ആളുകളെ പരമാവധി അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുക, മഴ മുന്നറിയിപ്പുകൾ നൽകുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മഴവെള്ളത്തിലും വെള്ളക്കെട്ടിലുമൊക്കെ കാല് നിങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാല് നനച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ വെള്ളക്കെട്ടിൽ നിന്ന് മാറി സോപ്പ് ഉപയോഗിച്ച് കാല് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകണം. ഈ ഫ്ലഡ് വാട്ടറിൽ അഥവാ പ്രളയ ജലത്തിലേക്ക് ഒരുപാട് കീടാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അണുനാശിനി ഉപയോഗിച്ച് കൈയും കാലും ഒക്കെ കഴുകുക. ലെപ്റ്റോസ്പിറോസിസ് പോലെയുള്ള അസുഖങ്ങൾ, അതേപോലെ ടെറ്റനസ് എന്തെങ്കിലുമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിയാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക.